നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയത്തില്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. കാരണം എത്രമാത്രം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രമാത്രം നമ്മുടെ ചാനൽ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരുപാട് ആളുകളുണ്ട് കിളി പോയി പ്രാന്തി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ. കാരണം അവരുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് പകരം അവർക്ക് ഓൾറെഡി കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. രാത്രി നോക്കുമ്പോൾ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴോ 495 സബ്സ്ക്രൈബേഴ്സ്. മറ്റു ചിലർ രാത്രി നോക്കുമ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 4990 സബ്സ്ക്രൈബേഴ്സ്. ആകെ കൺഫ്യൂഷനിലായി പോകും. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പല ആളുകളും നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതല്ലാതെ മറ്റ് പല കാരണങ്ങളും കൊണ്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് പകരം കുറഞ്ഞു പോകുന്നതിന്. അപ്പോൾ ഈ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് പകരം അത് ഡൗൺ ആയി പോകുന്നത്? ഈ കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കുറയാൻ പല കാരണങ്ങളാണുള്ളത്. അത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം തന്നെയാണ്. ഇത് കാരണം പലരുടെയും സബ്സ്ക്രൈബേഴ്സ് നന്നായി തന്നെ കുറയാറുണ്ട്. അതാണ് ഇറലവൻറ്റ് കണ്ടന്റ്. അതായത് നിങ്ങൾ റെലവൻറ്റ് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ കുറയും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാനൽ തുടങ്ങി അതിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് കുക്കിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും അവിടെ കയറുന്നുണ്ടായിരിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങളതിലൊരു ഗെയിമിംഗ് വീഡിയോയോ ഒരു വ്ളോഗ് വീഡിയോയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കുക്കിംഗ് വീഡിയോസ് കണ്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവർ ചിലപ്പോൾ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് വരും. കാരണം അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങളുടെ ഈ കുക്കിംഗ് വീഡിയോസ് കാണാനാണ്. പക്ഷേ നിങ്ങളിപ്പോൾ അവർ വേറെ തരത്തിലുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുന്നത്, അതിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റെലവൻറ്റ് കണ്ടന്റ് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചില സമയത്ത് യൂട്യൂബിൽ ട്രെൻഡിങ് ടോപ്പിക്സുകൾ വൈറൽ ആകാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പല ആളുകളും ആ സെയിം ടോപ്പിക്ക് തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആ വീഡിയോയും വൈറലായെന്ന് വരാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 5-6 ലക്ഷം വ്യൂസും കിട്ടിയെന്ന് വരാം. അതിൽ നിന്ന് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കൺവേർട്ടായി കിട്ടിയെന്ന് വരാം. പക്ഷേ അതിനുശേഷം നിങ്ങളിടുന്ന വീഡിയോസോ അത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് കാറ്റഗറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഇവിടെ പതുക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് നിങ്ങളൊരു നിശ് ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്യുന്ന നിശ്ചയിൽ തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ കുറയത്തില്ല, പകരം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ചെറിയ ചാനലുകളെയാണ്. കാരണം ചെറിയ ചാനലുകൾക്ക് ഓഡിയൻസ് വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. തിരിഞ്ഞു നോക്കും, വ്യൂസ് കൂടുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ അത് നിങ്ങൾ നോക്കും. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ചെറിയ ചാനലാണ്, വളരെ കുറച്ച് ഓഡിയൻസേ ഉള്ളൂവെങ്കിലും ഈ ഉള്ള ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ടാവില്ല. അതായത് അവരയക്കുന്ന കമൻസിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലരയക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസ് ഉണ്ടാവും, അതിനെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ തന്നെ കാണിക്കും. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. അത് ചിലപ്പോൾ നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കാറുണ്ടാവില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഈ ഉള്ള ഓഡിയൻസുമായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ചെയ്ത് നിർത്താൻ, അവരുമായിട്ടൊരു റിലേഷൻ വെക്കാൻ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ 1-2 വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുമായിട്ട് പിന്നീട് ഒരു കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ, ഒരു എൻഗേജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എനിക്ക് വരുന്ന കമൻസിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ, സ്പാം കമൻസിന് ഒഴിച്ച്. അതുപോലെ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണിപ്പെടാതെ പോകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വലിയ ചാനലുകൾക്കും സംഭവിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് കിട്ടുന്ന കമൻസ് എന്ന് പറയുന്ന ഒരുപാട് കമൻസാണ്. ഈ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പോസിബിൾ അല്ലത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ അവർക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് അവിടെ കയറുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ 1500 സബ്സ്ക്രൈബേഴ്സ് വെച്ച് അവർക്ക് എവരിഡേ കയറുന്നുണ്ട്. അപ്പോൾ അവരിതിനെ ഒന്നുകിൽ മൈൻഡ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന പോലെയുമില്ല ഈ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത്. പക്ഷേ ഈ ചെറിയ ചാനലുകൾക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് കൂടുതലും ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് വളരെ കുറവുമാണ്. അപ്പോൾ ഈ ഡിഫറൻസ് നോക്കുമ്പോൾ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോവുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓഡിയൻസ് വളരെ കുറവാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഉള്ള ഓഡിയൻസിനെ നിങ്ങൾ എൻഗേജ് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി കമൻസിന് റിപ്ലൈ കൊടുക്കണം, കമൻസ് പിൻ ചെയ്യണം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വിട്ടുപോകത്തില്ല, പകരം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. ഇവിടെ തുടക്ക സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും, പക്ഷേ പതുക്കെ നിങ്ങൾക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ തംബ്നെയിലും നിങ്ങളുടെ കണ്ടന്റിലും യാതൊരു മാച്ചും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ ഈ കണ്ടന്റിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് റീച്ച് കിട്ടാനായിട്ട് നിങ്ങൾ തംബ്നെയിലിൽ വലിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കും, പക്ഷേ ഓഡിയൻസ് നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവത്തില്ല. അവർക്ക് നന്നായിട്ട് ദേഷ്യം വരികയും ചെയ്യും, അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും.
ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും വലിയ പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതിൽ ആ വീഡിയോയിൽ ഒരാളൊരു ഫോണും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് വഴിയിലൂടെ. ഇപ്പം കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. വഴി കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ, എങ്ങനെയുണ്ട്? അവർ സ്വയം കൺഫ്യൂസ്ഡ് ആണ്. ഇയാൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്ന പോലുമില്ല. അവസാനം ആ വീഡിയോ എപ്പോൾ തീർന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. ആ വീഡിയോയിൽ ഒരു പാമ്പും ഇല്ലായിരുന്നു, ഒരു ചേമ്പും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ നല്ല വീഡിയോസ് കണ്ടാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവർ പോലും നിങ്ങളെ 4 തെറിയും വിളിച്ചിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ഇനി 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതാണ് ഇൻകൺസിസ്റ്റൻസി. ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, അവർ 7-8 ദിവസം കണ്ടിന്യൂസ്ലി ഡെയിലി വീഡിയോസ് ഇടും. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവർ ഡിസപ്പിയർഡ്. പിന്നീട് അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും 7-8 ദിവസം ഇതേപോലെ വീഡിയോസ് ഇടും. എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുന്നത്, നിങ്ങളുടെ ഓഡിയൻസിന് പോലും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് നിലനിൽക്കത്തില്ല, അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പലരും പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ശരി, എത്ര നാൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, എത്ര നാൾ നിങ്ങൾ ഈ ഡെയിലി വീഡിയോസ് വിത്ത് ക്വാളിറ്റി നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നിച്ച് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം വരും ഒരു സാച്ചുറേറ്റഡ് പൊസിഷനിലെത്തും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ഇടും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങും. നിങ്ങൾ ആഴ്ചയിൽ ഓരോ വീഡിയോസ് ഇട്ടാലും അതല്ലെങ്കിൽ മാസത്തിൽ ഓരോ വീഡിയോസ് ഇട്ടാലും ശരി, അതിനെ അതേപോലെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. നിങ്ങൾ ആഴ്ചയിൽ 2 വീഡിയോസ് ഇടാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഓരോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഈ ദിവസങ്ങളിൽ പിടിച്ച് വീഡിയോസ് ഇടാൻ പറ്റുമോ, ആ രീതിയിൽ നിങ്ങൾ ആദ്യം ഷെഡ്യൂൾ തയ്യാറാക്കി ആ ഷെഡ്യൂളിനെ പ്രോപ്പർ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസി ആയിരിക്കും. നിങ്ങളുടെ ഓഡിയൻസിന് മനസ്സിലാവും, ഈ ചാനലിൽ നിന്ന് വരുന്ന വീഡിയോസ് ഈ പർട്ടിക്കുലർ ഡേറ്റുകളിലാണ് വരുന്നത്. അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യത്തില്ല. അവർ നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പകരം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ലൈവ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കയറും. പിന്നീട് നോക്കുമ്പോൾ അതിന് കുറേ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർ സബ്സ്ക്രൈബർ മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും ലൈവ് ചെയ്യുന്നത്, മറ്റു ചിലർ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ലൈവ് ചെയ്യുന്നത്. അതുപോലെ യൂട്യൂബിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ലൈവിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവരിൽ ചിലർ അനാവശ്യ പരിപാടികൾക്ക് വരുന്നവരാണ്, മറ്റു ചിലർ ഡീസൻ്റ് ആയിട്ട് തന്നെ വരുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ സബ്സ്ക്രൈബർ മോഡ് ഓൺ ആണെങ്കിൽ ആദ്യം അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈവിൽ കയറും, പിന്നെ ലൈവ് കഴിഞ്ഞതിന് ശേഷം അവർ അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ട്, പിന്നെ സബ്സ്ക്രൈബേഴ്സ് പൊഴിഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഡീസൻ്റായിട്ട് കിട്ടേണ്ട സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവരവിടെ തന്നെ ഉണ്ടാവും. അല്ലാതെ ഇതുപോലുള്ള ആളുകളുടെ സബ്സ്ക്രിപ്ഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് പോയതായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈവ് ചെയ്ത് കണ്ടിന്യൂസ്ലി മുന്നോട്ട് തന്നെ പോവുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പാം സബ്സ്ക്രൈബേഴ്സ്, അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നവർ നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. പിന്നീട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പാതിരാത്രിയൊക്കെ ആകുമ്പോൾ അവർ വന്ന് നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം യൂട്യൂബിനാണ് ഇത് മനസ്സിലാവും, അവരുടെ ചാനലിന് ഉയർച്ച കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻസിന് നിങ്ങൾ റിപ്ലൈയും കൊടുക്കരുത്, അതിനെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ കരുതുക. അപ്പോൾ ഇതൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കുറയാനുള്ള ചില കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയത്തില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.